ഇക്കഴിഞ്ഞ ദിവസം ഭക്തി സാന്ദ്രമായി നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ ഒരു വേറിട്ട ചിത്രം നമുക്ക് നൽകിയത് മണക്കാട് വലിയ പള്ളിയിൽ നിന്നുള്ള ഉയർന്ന മതസൗഹാർദ്ദത്തിന്റെ ദൃശ്യങ്ങളാണ്. തീക്ഷ്ണമായ നൊയമ്പുകാലമായിട്ട് കൂടി പൊങ്കാലയ്ക്ക് വന്ന ഭക്തർക്കായി പള്ളിവാതിൽ തുറക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് പള്ളി അധികാരികൾ നമുക്ക് നൽകിയ പാഠം കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും മനോഹാരിതയെക്കുറിച്ചായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. ഇത് നിലവിലുള്ള സാമൂഹ്യ തലത്തിൽ നിലനിൽക്കുന്ന സാഹോദര്യത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും അടയാള ചിഹ്നങ്ങളായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രബല വിഭാഗം തങ്ങളുടെ നേട്ടങ്ങൾക്കായി തികഞ്ഞ മതവിദ്വേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മണക്കാട് വലിയ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ഉയർന്ന തലത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈന്ദവ ഉപനിഷത്തുകളിലും മറ്റ് മതഗ്രന്ഥങ്ങളിലും പറയുന്ന പോലെ ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു മതത്തിലും ജനിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെയാവാം കേരള ജനതയുടെ ഭൂരിപക്ഷവും ഇത്തരക്കാർക്ക് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന് വലിയ വില നൽകാത്തത്. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിയുമ്പോൾ ഇത്തരം വലിയ മൂല്യങ്ങളെന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള UDFിന് അവിഭാജ്യ ഘടകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് തന്നെയാണ് കോൺഗ്രസ് നയിക്കുന്ന UDFിന്റെ ശക്തി കേന്ദ്രം. ഈ വ്യത്യസ്തതയായിരിക്കാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പരിണപ്രജ്ഞനായ നമ്മുടെ മുഖ്യമന്ത്രിയെ ലീഗിനെ UDFിൽ നിന്നും അടർത്തിയെടുത്ത് LDFിനോടൊപ്പം ചേർക്കാനുള്ള ശ്രമം നടത്തുവാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അവ ഏറെയും മതവിദ്വേഷവും വെറുപ്പിനും ഊന്നൽ നൽകി കേരള സമൂഹത്തിനെ തന്നെ വിഭജിക്കാനുള്ള ശ്രമമായി മാത്രമേ നമുക്ക് കണക്ക് കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ സുഷിപ്തമായ ശൈലിയിൽ ലീഗിനെ അടർത്തിയെടുക്കുവാൻ ആരും ശ്രമം തുടരണ്ടെന്നും തന്റെ പാർട്ടി UDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന പ്രസ്താവന മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന് ചില്ലറ ആശ്വാസമല്ല നൽകിയിരിക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ UDF തിരിച്ചുവരവാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഗ്രൗണ്ട് സീറോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഇലക്ഷൻ സർവേയും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. UDFിന്റെ അനായാസമായ വിജയത്തിന് ലീഗ് ഒരു നിർണായക ഘടകമായിരിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ UDF നേടിയ 18 സീറ്റുകളിലെ വിജയം ഏറിയ പങ്കും കോൺഗ്രസിനെ പോലെ ലീഗിന്റെയും രാഷ്ട്രീയ അടിത്തറയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പലരും വിചാരിക്കുന്നത് പോലെ തങ്ങളുടെ ഈറ്റില്ലമായ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല രാഷ്ട്രീയ സ്വാധീനമുള്ളത്. മലബാറിലെ മറ്റു ജില്ലകളിൽ ലീഗിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് UDFിന് കാസർഗോഡിൽ നിന്നും പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങളിൽ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് നയിച്ചത്. ഇതിനു പുറമെ മറ്റു പല ജില്ലകളിലും UDF വിജയത്തിൽ ലീഗിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. അടുത്ത കൊല്ലം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലീഗ് തങ്ങളുടെ ശക്തി തെളിയിക്കുവാൻ ഇതിനോടകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുന്നണിയിലുള്ള ഉഭയകക്ഷി ചർച്ച ഇനിയും ആരംഭിക്കാത്തതിൽ ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് നമുക്ക് ഇതുവരെ യാതൊരു വ്യക്തതയുമില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം ലീഗ് 24 സീറ്റിലെങ്കിലും ഇപ്പോൾ തന്നെ വിജയത്തിന് അരികിലാണ്. പതിവ് പോലെ പാർട്ടിയിലെ UDFിന്റെയും ലീഗിന്റെയും വിജയങ്ങൾക്ക് നേതൃത്വം നൽകുക പാർലമെന്റ് ലീഡറായ PK കുഞ്ഞാലിക്കുട്ടിയും ഡോക്ടർ MK മുനീറും അടങ്ങുന്ന നേതൃനിരയായിരിക്കും. ലീഗിന്റെ ശക്തി എന്തെന്നറിയാൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേടിയ വിജയത്തിനും അത് കഴിഞ്ഞ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പിരായിരി പഞ്ചായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വലിയ ഭൂരിപക്ഷം ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇത് സംസ്ഥാനത്തൊട്ടാകെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ പ്രാവർത്തികമാക്കാൻ ലീഗിനെ സംഘടനാ തലത്തിലും അണികളുടെ എണ്ണത്തിലും ശക്തിയുണ്ട്. ഈ ശക്തി പകർച്ചയായിരിക്കും കോൺഗ്രസിനെയും UDFിനെയും അടുത്ത കൊല്ലം വിജയത്തിലേക്ക് നയിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.